ഹലോ ഫ്രണ്ട്സ്, എന്താ വിശേഷമൊക്കെ? കുറേ ഒരു വീഡിയോ ഇട്ടിട്ടാ, പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അയക്കാനേ ടൈം കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ വന്നൊരു അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ്. റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ്. ഇത് ഒരു പ്രത്യേക ഒരു ചീരയാണ്. ഇങ്ങനെ ചീര അല്ലേ. ഇന്നിപ്പോൾ മീനൊന്നും കിട്ടാത്ത കാരണം ഇന്നിപ്പോൾ ഈ ചീര ഒന്ന് കറിയൊക്കെ വെച്ചുള്ളത്. കറിയും ഉപ്പേരിയൊക്കെ, കറി എന്ന് പറഞ്ഞാൽ പരിപ്പൊക്കെ ഇട്ടിട്ടേ നല്ല സൂപ്പർ സാധനം ഇട്ടത് ചീര. ഇത് എല്ലാവരും വെക്കുന്നുണ്ടാവും. ഇത് കറി വെക്കുക, ഉപ്പേരി, ചിലവർക്ക് തോരൻ എന്നൊക്കെ പറയും. നമ്മളവിടെ ഉപ്പേരി എന്ന് പറയുള്ളൂ. ഉണ്ടല്ലേ, നല്ല ഹെൽത്തി ആയ ഒരു സംഭവം ഇത്. അപ്പോൾ ഇത് നല്ല കറിയൊക്കെ വെച്ചിട്ട് കഴിച്ചാലേ എന്താ പറയുക, നല്ല ഹെൽത്തി ഭക്ഷണം. അത് ഇലവർഗ്ഗങ്ങളല്ലേ. അപ്പോൾ ചുവന്ന ചീര, പച്ച ചീര, അതൊരു കാട്ടു ചീര എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം. ഇത് കുറേ ആൾക്കാർക്ക് അറിയാം, കുറേ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേ ആൾക്കാർക്ക് ഇത് അറിയില്ല സംഭവം. എൻ്റെ വീട്ടിലിടക്കൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ പൊട്ടിച്ചിട്ട് നമ്മളിടക്കിടക്ക് തേങ്ങ വേണമെങ്കിൽ ഇടാം. തേങ്ങ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഹാഫ് വേവിലൊക്കെ ഉപ്പേരി വെക്കുകയാണെങ്കിൽ ഹാഫ് വേവിൽ ഇതാക്കിയാൽ മതി. കുറച്ച് അത്യാവശ്യത്തിന് ആയിട്ടുണ്ട്. ഉണ്ടോ, ഈ മഴ പെയ്തതിൻ്റെ ശേഷം നല്ല തളിർത്തിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് സംഭവമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ വൈഫ് ഇതിങ്ങനെ പൊട്ടിക്ക് ഭയങ്കര മടി എല്ലാവർക്കും, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും തിന്നും. അതുപോലെ മഴയൊക്കെ പെയ്ത് നല്ല ഫ്രഷ് സാധനമായി നിൽക്കുന്നുണ്ട്. തളിര്, മാക്സിമം തളിര് ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കുക. തളിരും അതിൻ്റെ ഏകദേശം മൂക്കാത്ത സാധനങ്ങളൊക്കെ അതന്നെ സാധനം ഇല്ല. പറമ്പിലൊക്കെ പോരുന്നുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ പൊടി തീർത്ത് കാര്യമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രഷറിന് നല്ലതാണെന്നും പറയേണ്ടത്, ഷുഗറിനല്ല എന്ന് പറയുന്നത്. അപ്പം അതുവരെ അങ്ങനെ അതിനെക്കുറിച്ച് അറിയില്ലേക്ക്. അപ്പോൾ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കും നമ്മൾ. അപ്പോൾ ശരി, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഓക്കെ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം.